ഓലകെട്ടിയമ്പലം കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂളിൽ വായനാ ദിനാചരണം നടത്തി. സാഹിത്യകാരൻ പോക്കാട്ട് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓലകെട്ടിയമ്പലം കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. വിവിധ പരിപാടികളോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. സാഹിത്യകാരൻ പോക്കാട്ട് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ചോദിക്കും, എന്തിനാണ് അതിൻ്റെ പുസ്തകം ചോദിക്കും. അപ്പോൾ നിങ്ങൾ വിഷമിക്കും. അതുകൊണ്ട് പേടിച്ചല്ലേ നിങ്ങൾ പുസ്തകം എടുക്കുന്നത്. എന്നാൽ പണിക്കർ സാറ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകം പുസ്തകങ്ങൾ ചുമലിലേന്തി ആ പുസ്തകം കൊണ്ടുനടന്ന് വിൽക്കുകയും ഒപ്പം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി അപാരമായിട്ടുള്ള സംഭാവനകൾ നൽകുകയും ചെയ്ത വ്യക്തിയാണ് CPN പണിക്കർ സാർ. ഒരുപക്ഷെ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ, ഗ്രന്ഥശാലകൾ കേരളത്തിൽ വളർന്ന് തഴിക്കുകയില്ലായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, പ്രതിഫലം ഇല്ലാതെ പ്രത്യക്ഷത്തിൽ യാതൊരു നേട്ടത്തിനും ആഗ്രഹിക്കാത്ത ഒരു മഹത് വ്യക്തിയും നമ്മുടെ ജില്ലക്കാരനായ ഒരാളാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കുകയും ഏതാണ്ട് 4 നൂറ്റാണ്ടിന് മുമ്പുള്ള കാര്യമായി പറയുന്നത്, 4 നൂറ്റാണ്ടല്ല, അതിലും വർഷങ്ങൾ കൂടുതലായി. അപ്പം അദ്ദേഹമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുന്നതിന് അപാരമായ പ്രചോദനം നൽകിയ വ്യക്തി. അദ്ദേഹത്തിനെ ഇത്തരണത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നു. അതെല്ലാ വർഷവും നമ്മുടെ ഈ ദിവസം, അതായത് ജൂൺ 19 അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിട്ട് നാം അനുസ്മരിക്കുന്നതിൻ്റെ കാരണം അതാണ്. സമൂഹത്തിന് പ്രദാനം ചെയ്ത വൈജ്ഞാനിക വൈജ്ഞാനിക മണ്ഡലം, അത് യാതൊരു സംശയമില്ല നമ്മുടെ വായനശാലകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഈ 2019 ഈ ദിവസത്തിൽ സ്കൂളുകളിൽ വായനാ ദിനം ആചരിക്കുക എന്നുള്ളത് മാത്രമല്ല, ആയാമറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മലയാള ഭാഷയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാൾ അദ്ദേഹം. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും ലൈബ്രറികൾ സ്ഥാപിക്കുകയും വായന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മഹത്തായ ഒരു സന്ദേശം കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. എവിടുത്തുകാരനാണെന്നറിയോ? അമ്പലപ്പുഴ. വായനാ ദിനം ഇപ്പോൾ ആചരിക്കുന്നില്ലേ? ജൂൺ 19 പണിക്കർ സാറിൻ്റെ ചരമദിനം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വായനാ ദിനമില്ലായിരുന്നു. പക്ഷെ അന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു, കുട്ടികൾ നിർബന്ധമായും ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കണമെന്ന് അധ്യാപകർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന പുസ്തകം, നോട്ട്ബുക്ക്, ഞാൻ ചേപ്പാട്ട് ഹൈസ്കൂളിലാണ് പഠിച്ചത്, നോട്ട്ബുക്ക് ഇതിനകത്ത് നോട്ട് തയ്യാറാക്കി കൊണ്ടുവന്ന് നോക്കുമായിരുന്നു. വായിക്കുമല്ലോ എന്ന് എന്തായാലും ഞങ്ങൾ ബുക്ക് തയ്യാറാക്കി സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചിട്ടയായിട്ടാണ്. എന്തിനായി വായിക്കണമെന്ന് പറയുന്നത് അറിയാമല്ലോ, വായനയിൽ കൂടെ മാത്രമേ നമുക്ക് അറിവ് ലഭിക്കുകയുള്ളൂ, ഇല്ലയോ? അപ്പം നിങ്ങൾ പുസ്തകം വായിക്കണം. ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് ദിനാചരണങ്ങൾ നടത്തുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനം നടത്തുന്നുണ്ട്, വായനാ ദിനം, യോഗാ ദിനം നടത്തുന്നുണ്ട്. ഇതൊക്കെ നടത്താനുള്ള കാരണം എന്താ അറിയുമോ? പുതിയ തലമുറ ഇതിലൊന്നും ആകൃഷ്ടരാകുന്നില്ല. അവർക്കൊക്കെ ഈ കൈ നനയാതെ മീൻ പിടിക്കുന്ന ഇഷ്ടം. ജോലി ചെയ്യാൻ ആർക്കും ഇഷ്ടമില്ല, അധ്വാനശീലരാകാൻ ആർക്കും ഇഷ്ടമില്ല. സ്മിത രാജ് സ്വാഗതം പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥിയും കേരള ബാങ്ക് ഡയറക്ടറുമായ P. ഗാനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കവയത്രി ഗീതാലക്ഷ്മി കവിതാ പാരായണം നടത്തി. TM സുരേഷ് കുമാർ, B. പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ജുഷ മോഹൻ കൃതജ്ഞത പറഞ്ഞു. CDN ന്യൂസ്, കായംകുളം.